അപ്പം ഇത്രയും നേരം നമ്മൾ പഠിച്ചത് എന്താ? കോഷീസ് ഓയിലർ ഇക്വേഷൻ സോൾവ് ചെയ്യാനല്ലേ പഠിച്ചത്. പക്ഷെ അത് എങ്ങനത്തെയായിരുന്നു? ഹോമോജീനിയസ് ആയിരുന്നു. പക്ഷേ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹോമോജീനിയസ് അല്ലാത്ത, അതായത് നോൺ ഹോമോജീനിയസ് ആയിട്ടുള്ള കോഷീസ് ഓയിലർ ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഡിഫറൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ നോൺ ഹോമോജീനിയസ് ആയിട്ടുള്ള കോഷീസ് ഓയിലർ ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y of x ഈക്വൽ ടു വൈ സി ഓഫ് എക്സ് പ്ലസ് വൈ പി ഓഫ് എക്സ് ആണ്. അപ്പം നിങ്ങൾ ചോദിക്കും എന്താണ് വൈ സി ഓഫ് എക്സ്, എന്താണ് വൈ പി ഓഫ് എക്സ്? നമുക്കറിയാം തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിലൊക്കെ നമ്മൾ വൈ സി ഓഫ് എക്സ് എങ്ങനെയായിരുന്നു ചെയ്തിട്ടുള്ളത്? തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമ്മൾ എന്താക്കും? ഹോമോജീനിയസ് ആക്കി എഴുതും അല്ലേ? എന്നിട്ട് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതുക. അപ്പോൾ കോഷീസ് ഓയിലർ ഇക്വേഷനിൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എങ്ങനെയായിരുന്നു നമ്മൾ എഴുതുക? വൈക്ക് എക്സ് റേസ് ടു എമ്മും വൈ ഡാഷിന് എം ഇൻറ്റു എക്സ് റേസ് ടു എം മൈനസ് വണ്ണും വൈ ഡബിൾ ഡാഷിന് എം ഇൻറ്റു എം മൈനസ് വൺ ഇൻറ്റു എക്സ് റേസ് ടു എം മൈനസ് ടുവും കൊടുക്കും. ഇങ്ങനെയാണ് നമ്മൾ കോഷീസ് ഓയിലർ ഇക്വേഷനിൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതുക. തൊട്ട് മുന്നേ നമ്മൾ വേറൊരു മെത്തേഡ് പഠിച്ചപ്പം ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതിയത് വൈ ഡബിൾ ഡാഷിനും വൈ ഡാഷിനും ഒക്കെ എന്തായിരുന്നു കൊടുത്തത്? എം സ്ക്വയറും എമ്മും വണ്ണും ആയിരുന്നു. അപ്പം ആ ഒരു വ്യത്യാസമുണ്ട്, അത് മാറിപ്പോകരുത്. അപ്പം ഞാനിവിടെ എന്ത് ചെയ്യുന്നു? എം ഇൻറ്റു എം മൈനസ് വൺ ഇൻറ്റു എക്സ് റേസ് ടു എം മൈനസ് ടു പ്ലസ് എക്സ് ഇൻറ്റു എം ഇൻറ്റു എക്സ് റേസ് ടു എം മൈനസ് വൺ മൈനസ് 4x റേസ് ടു എം ഈക്വൽ ടു 0. ഇനിയോ നമ്മൾ എന്ത് ചെയ്യും? എക്സിൻ്റെ പവറൊക്കെ ഒരുമിച്ച് എഴുതൂ അല്ലേ? ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു എം മൈനസ് 2 ഉണ്ട്. ബാക്കി എന്താ ഉള്ളത്? എം ഇൻറ്റു എം മൈനസ് വൺ പ്ലസ് ഈ എക്സിൻ്റെ മേലെ അവിടെ എന്താ ഉള്ളത്? ഒന്നുമില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ എന്താണ്? 1 ആണ്. ഇവിടെ എന്താണുള്ളത്? എം മൈനസ് വൺ, പിന്നെ അവിടെ ഒരു എമ്മും കൂടി ഉണ്ട്. മൈനസ് 4x റേസ് ടു എം ഈക്വൽ ടു 0. ഈ മൈനസ് 2ഉം പ്ലസ് 2ഉം പോയാൽ പിന്നെ അവിടെ എം മാത്രമല്ലേ ഉള്ളൂ. ഈ മൈനസ് 1ഉം പ്ലസ് 1ഉം പോയാൽ പിന്നെ എം അല്ലേ ഉള്ളൂ. പിന്നെ അവിടെ ഓൾറെഡി ഉള്ള ഈ എമ്മും മൈനസ് 4x റേസ് ടു എം ഈക്വൽ ടു 0. ഇനിയോ നമ്മൾ എന്താ ചെയ്തോ? എക്സ് റേസ് ടു എമ്മിനെ അങ്ങ് പുറത്തെടുക്കും. എക്സ് റേസ് ടു എം പോയാൽ പിന്നെ എം ഇൻറ്റു എം മൈനസ് വണ്ണേ ഉള്ളൂ. ഇവിടെ ഒരു എം മാത്രമേ ഉള്ളൂ. ഇവിടെ എന്തേ ഉള്ളൂ? ഒരു 4 മാത്രം. എന്നിട്ട് ഇതിനെ നമ്മൾ പുറത്താക്കും അല്ലേ? എം ഇൻറ്റു എം മൈനസ് വൺ പ്ലസ് എം മൈനസ് 4 ഈക്വൽ ടു 0 ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു എം, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 0 വരും. ഇനിയോ ഇതിനുള്ളിലോട്ട് ഇൻറ്റു ചെയ്താൽ എന്താ വരും? എം സ്ക്വയർ മൈനസ് എം പ്ലസ് എം മൈനസ് 4 ഈക്വൽ ടു 0. മൈനസ് എമ്മും പ്ലസ് എമ്മും പോയാലോ? എം സ്ക്വയർ മൈനസ് 4 ഈക്വൽ ടു 0. ഇനി നമുക്ക് എന്ത് ചെയ്യുക? ഈ മൈനസ് 4ന് അങ്ങോട്ടേക്ക് എടുത്താൽ 4 ആകും. എം സ്ക്വയർ പോക്കുമ്പോൾ അപ്പുറത്തൊരു പ്ലസ് ഓർ മൈനസും ഒരു റൂട്ടും ഇട്ട് കൊടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2. അപ്പോൾ M1 ഈക്വൽ ടു 2ഉം M2 ഈക്വൽ ടു നമുക്ക് എന്തും കിട്ടി? മൈനസ് 2ഉം കിട്ടി. അപ്പോൾ റൂട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇനി എങ്ങനെയാണ് സൊല്യൂഷൻ കണ്ടുപിടിക്കുക? നമുക്ക് കിട്ടുന്ന റൂട്ട് റിയലും ഡിഫറൻറ്റും ആണെങ്കിൽ നമ്മുടെ സൊല്യൂഷൻ എന്താ വരിക? y ഓഫ് എക്സ് ഈക്വൽ ടു C1 എക്സ് റേസ് ടു M1 പ്ലസ് C2 എക്സ് റേസ് ടു M2. തൊട്ട് മുൻപ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഞാൻ അവിടെ M1ന് 2ഉം M2ന് മൈനസ് 2ഉം കൊടുത്തു. ഇതിനെയാണ് നിങ്ങൾ എന്താക്കി എടുക്കേണ്ടത്? വൈ സി ഓഫ് എക്സ് ആക്കി എടുക്കേണ്ടത് അല്ലേ? ഓക്കെ. ഇനി എന്താണ് വൈ പി? നമ്മൾ കുറേ മുന്നേ വേറൊരു മെത്തേഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വൈ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആർ ഓഫ് എക്സ് ചൂസ് ചെയ്തിട്ട് നമ്മളൊരു ടേബിൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ആ ടേബിളിൽ നോക്കിയിട്ടായിരുന്നു ചൂസ് ചെയ്യുക വൈ പി. എന്നാൽ ഇനി മുതൽ വൈ പി കണ്ടുപിടിക്കാൻ ഒരു പുതിയ ഇക്വേഷൻ ഉണ്ട്. മൈനസ് y1 ഇൻ്റഗ്രൽ y2 ആർ ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ Wronskian of y1 y2 dx plus y2 integral y1 r of x dx divided by Wronskian of y1 y2. ഇത് കാണാതെ പഠിക്കുക. ഇനി ചോദ്യത്തിൽ കൊടുക്കാൻ നമുക്ക് y1 വേണം, y2 വേണം, r of x വേണം, Wronskian വേണം അല്ലേ? y1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വൈ സി ഓഫ് എക്സ് കണ്ടുപിടിക്കല്ലോ. ആ വൈ സി ഓഫ് എക്സിൽ C1ൻ്റെ കൂടെ എന്താണോ ഉള്ളത് അത് നിങ്ങൾ y1 ആക്കി എടുക്കുക. C2ൻ്റെ കൂടെ എന്താണോ ഉള്ളത് അത് y2 ആക്കി എടുക്കുക. ഇനി y3 ചോദിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു C3 ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ കൂടെ ഉള്ളത് എഴുതാം. ഇനി എന്താണ് ആർ ഓഫ് എക്സ്? നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്തായിരുന്നു? എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് പ്ലസ് എക്സ് വൈ ഡാഷ് മൈനസ് 4y ഈക്വൽ ടു എക്സ് സ്ക്വയർ അല്ലേ? നമുക്കറിയാം ഇതൊരു ഊളർ കോഷീസ് ഇക്വേഷൻ ആണ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെ എന്താക്കി മാറ്റണം? ലീനിയർ ആക്കി മാറ്റണം. ക്ലിയർ ആവുന്നുണ്ടോ? ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെ നിങ്ങൾ ലീനിയർ ആക്കി മാറ്റിയതിന് ശേഷം
എന്താണോ ഈക്വൽ ടുൻ്റെ അപ്പുറത്തുള്ളത് അതായിരിക്കും ആർ ഓഫ് എക്സ്. അപ്പോൾ ലീനിയർ ആക്കണമെങ്കിൽ ഇവിടെ ആകെ ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ, ഇവിടെ നിന്ന് എക്സ് സ്ക്വയറിനെ പോക്കിയാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട. കാരണം ലീനിയറിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ എന്താ, ഇതിൻ്റെയൊക്കെ കൂടെ വേറൊരു y ഇൻറ്റു ചെയ്ത് വരാൻ പാടില്ല. വരുന്നുണ്ടോ? ഇല്ല. ഇതിൻ്റെയൊക്കെ പവർ എന്ത് തന്നെയാണ്? 1 ആണ്. മേലെ 2, 3 ഒന്നും വരുന്നില്ല. അപ്പം മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ y ഡബിൾ ഡാഷ് എപ്പോഴും ഒറ്റയ്ക്കായിരിക്കണം, അതിൻ്റെ കൂടെ ഒന്നും വരാൻ പാടില്ല. അപ്പം ഈ ഒരു പ്രോപ്പർട്ടി മാത്രമേ എക്സിസ്റ്റ് ചെയ്യാത്തതുള്ളൂ. അതിന് ഈ എക്സ് സ്ക്വയറിനെ ഇവിടെ നിന്ന് പോക്കിയാൽ പോരെ. എക്സ് സ്ക്വയറിനെ പോക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷനെ എക്സ് സ്ക്വയർ വെച്ചിട്ടൊന്ന് ഹരിച്ചാൽ മതിയല്ലോ. അപ്പോൾ എന്ത് വരും? എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് പ്ലസ് എക്സ് ബൈ എക്സ് സ്ക്വയർ വൈ ഡാഷ് മൈനസ് 4 ബൈ എക്സ് സ്ക്വയർ വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ. ദാറ്റ് ഈസ് വൈ ഡബിൾ ഡാഷ് പ്ലസ് ഇവിടെ രണ്ടെണ്ണത്തിൽ നിന്ന് ഒരെണ്ണം പോയി, ഇവിടെ ഒരെണ്ണം പോയാൽ 1 ബൈ എക്സ് വൈ ഡാഷ് മൈനസ് 4 ബൈ എക്സ് സ്ക്വയർ വൈ ഈക്വൽ ടു 1. കിട്ടിയല്ലോ. ഇനി എന്താ ഇവിടെ ആർ ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. അപ്പം ആർ ഓഫ് എക്സ് എന്ത് കിട്ടി? 1 കിട്ടി. y1 എന്ത് കിട്ടി? എക്സ് സ്ക്വയർ കിട്ടി. y2 എന്താണ്? എക്സ് റേസ് ടു -2. ഇനി നമുക്ക് വ്രോണസ്കിനോട് കണ്ടുപിടിക്കണ്ടേ? വ്രോണസ്കിൻ ഓഫ് y1 y2 എന്താണ്? ഡിറ്റർമിനൻറ്റ് y1 y2 y1 ഡാഷ് y2 ഡാഷ് ആണ്. അപ്പോൾ y1 2x ആണെങ്കിൽ y1 ഡാഷ് എന്താണ്? y1 എക്സ് സ്ക്വയർ ആണെങ്കിൽ y1 ഡാഷ് എന്താ വരിക? 2x. ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താ? എക്സ് റേസ് ടു -2ൻ്റെ ഡെറിവേറ്റീവ് -2 എക്സ് റേസ് ടു -2 -1. എങ്ങനെയായത്? എക്സ് റേസ് ടു എന്നിൻ്റെത് എക്സ് ഇൻറ്റു n ഇൻറ്റു എക്സ് റേസ് ടു n-1. അപ്പം എക്സ് റേസ് ടു -2 എന്നിന് പകരം ഇവിടെ ആരാണ്? -2 അങ്ങ് ഇട്ട് കൊടുക്കുക അല്ലേ. ഇതെന്താ വരിക? -2 എക്സ് റേസ് ടു -3 അല്ലേ. -2 -1 എന്താ വരിക? -3. അപ്പോൾ y2 കിട്ടിയല്ലോ. ഇനി വ്രോണസ്കിൻ എന്താ വരിക? എക്സ് സ്ക്വയർ എക്സ് റേസ് ടു -2 2x -2 എക്സ് റേസ് ടു -3. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുക? ഇനി ഇതെങ്ങനെയാണ് ചെയ്യുക? ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യുക. എക്സ് സ്ക്വയർ ഇൻറ്റു -2 എക്സ് റേസ് ടു -3. എന്നിട്ട് എന്ത് കുറയ്ക്കുക? ഇത് തമ്മിൽ ഇൻറ്റു ചെയ്തിട്ട് എന്നിട്ട് ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യാം. 2x ഇൻറ്റു എക്സ് റേസ് ടു -2. ഇനിയോ ഇതിൻ്റെ മേലുള്ളത് ഒരുമിച്ച് എഴുതിക്കൂടെ? ഇതിൻ്റെ മേലെ എന്താ? 2. ഇതിൻ്റെ മേലെ എന്താ? -3. ഈ -2നെ നിങ്ങൾ ആദ്യം എഴുതുക. -2 ഈ എക്സിൻ്റെ മേലെ ഇവിടെ എന്താ കിടക്കുന്നത്? 1. ഈ എക്സിൻ്റെ മേലെ എന്താണ്? -2 ഈക്വൽ ടു -2 2ൽ നിന്ന് 3 പോയാൽ എന്താണ്? -1 -2 1ൽ നിന്ന് 2 പോയാൽ എന്താണ്? -1. ഒരേ സാധനം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ കൂടെ ഉള്ളത് ചെയ്താൽ മതി. അപ്പം ഇത് രണ്ടും സെയിം സാധനം. അപ്പോൾ ഇതിൻ്റെ അതായത് ഞാൻ പറയട്ടെ 5x + 3x നമ്മൾ എന്താ ചെയ്യുക? അവിടെ ഒരേ സാധനം ആയതുകൊണ്ട് ഇത് രണ്ടും കൂടി കൂട്ടും. 5 3 എത്രയാണ്? 8. എന്നിട്ട് ഈ എക്സ് അങ്ങോട്ട് ഇട്ട് കൊടുക്കും. അതേപോലെ ഇത് രണ്ടും സെയിം സാധനം ആയതുകൊണ്ട് ഇതിൻ്റെ കൂടെ ഉള്ളത് കൂട്ടിയാൽ മതി അല്ലേ. ഇവിടെ എന്താണ്? -2. ഇവിടെ എന്താണ്? -2. എന്താണത് വരിക? -4. പിന്നെ എന്താ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കേണ്ടത്? എക്സ് റേസ് ടു -1. അപ്പോൾ ഇതെന്ത് വരും? -4 എക്സ് റേസ് ടു -1 ആണ് വ്രോണസ്കിൻ ഓഫ് y1 y2. ഞാനിപ്പോൾ ഇതാ കിട്ടിയതൊക്കെ എടുത്ത് എഴുതി y-ൻ്റെ ഇക്വേഷൻ എഴുതി. ഇനി ഇതൊക്കെ നമുക്ക് ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. -y1 എന്ത് വരും? -x സ്ക്വയർ ഇൻറ്റഗ്രൽ y2 എന്താണ്? എക്സ് റേസ് ടു -2. ആർ ഓഫ് എക്സ് എന്താണ്? 1 ഡിവൈഡഡ് ബൈ വ്രോണസ്കിൻ എന്താണ്? -4 എക്സ് റേസ് ടു -1 dx പ്ലസ് y2 എന്താണ്? എക്സ് റേസ് ടു -2 ഇൻറ്റഗ്രൽ y1 എന്താണ്? എക്സ് സ്ക്വയർ ഇൻറ്റു ആർ ഓഫ് എക്സ് എന്താണ്? 1. വ്രോണസ്കിൻ എന്താണ്? -4 എക്സ് റേസ് ടു -1 dx ഇല്ലേ. ഇനിയോ -x സ്ക്വയർ. ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ് റേസ് ടു -1നെ ഞാൻ മേലോട്ട് എടുക്കുക ചെയ്യുന്നത്. എക്സ് റേസ് ടു -2 ഇൻറ്റു 1 എന്താണ്? എക്സ് റേസ് ടു -2. എക്സ് റേസ് ടു -1നെ മേലോട്ട് എടുക്കുമ്പോൾ എന്താകും? ഈ -1 അവിടെ +1 ആകും ഇല്ലേ. അടിയിൽ നോക്കുക. അപ്പം ഇവിടെ ഇപ്പം +1 ആണെങ്കിൽ മേലോട്ട് എടുക്കുമ്പം അവിടെ മേലെ -1 വരും. ഇവിടെ -1 ആണെങ്കിൽ മേലോട്ട് എടുക്കുമ്പോൾ അതെന്തായി മാറും? +1 ആയി മാറും. അടിയിൽ എന്താണുള്ളത്? -4 dx പ്ലസ് എക്സ് റേസ് ടു -2 ഇൻറ്റഗ്രൽ എക്സ് സ്ക്വയർ ഇൻറ്റു 1 എന്താണ്? എക്സ് സ്ക്വയർ. ഈ എക്സ് റേസ് ടു -1നെ ഞാൻ മേലോട്ട് എടുക്കുമ്പോൾ അതെന്താകും? എക്സ് റേസ് ടു 1 ആകും ഡിവൈഡഡ് ബൈ -4 dx. ഇനി ഇത് നമുക്ക് ഒരുമിച്ച് എഴുതിക്കൂടെ? ഇവിടെ എന്താണുള്ളത്? -2. ഇവിടെ എന്താണുള്ളത്? +1 ഡിവൈഡഡ് ബൈ -4 dx പ്ലസ് എക്സ് റേസ് ടു -2 ഇതെന്താണ്? +2. അവിടെ എന്താണുള്ളത്? +1 ഡിവൈഡഡ് ബൈ -4 dx.
ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 2 പ്ലസ് 1 എന്താണ് -4 ഡി എക്സ് പ്ലസ് എക്സ് റേസ് ടു -2 ഇൻ്റഗ്രൽ എക്സ് ക്യൂബ് ഡി എക്സ്. ഇനി ഞാൻ എന്താ ചെയ്യുക, ഈ -1/4 ഇല്ലേ അടിയിലുള്ള അതിന് ഇങ്ങോട്ടേക്ക് എടുക്കുക. അപ്പോൾ -x² ഡിവൈഡഡ് ബൈ -4. ഇനിയോ എക്സ് റേസ് ടു -1 ഡി എക്സ് പ്ലസ് എക്സ് റേസ് ടു -2 ഇൻറ്റു ഈ -4നെ ഞാൻ ഇവിടേക്ക് എഴുതി എക്സ് ക്യൂബ് ഡി എക്സ്. ദാറ്റ് ഈസ് -x². ഈ മൈനസും മൈനസോട് ചേർന്ന് എന്തായിപ്പോയി, പ്ലസ് ആയിപ്പോയി. എക്സ് റേസ് ടു -1നെ ഈ -1 പോക്കാൻ എന്ത് ചെയ്താൽ മതി, അടിയിലേക്ക് എടുക്കുമ്പം അത് എക്സ് റേസ് ടു 1 ആയിക്കോളൂ. മനസ്സിലാവുന്നുണ്ടോ? താഴോട്ട് എടുക്കുമ്പം മേലെ മൈനസ് ആണെങ്കിൽ അത് പ്ലസ് ആകും. ഇനിയോ മേലെ ഇത്രയും ചിന്തിച്ചാൽ മതി. താഴോട്ടാണെങ്കിലും മേലോട്ടാണെങ്കിലും മേലെയുള്ള സൈൻ ചേഞ്ച് ചെയ്യും. മൈനസ് ആണെങ്കിൽ പ്ലസ് ആകും, പ്ലസ് ആണെങ്കിൽ മൈനസ് ആകും. ഡി എക്സ് പ്ലസ് ഇല്ല, ഈ മൈനസ് ഈ പ്ലസിനോട് ഇൻറ്റു ചെയ്ത് -x റേസ് ടു -2 ഡിവൈഡഡ് ബൈ 4 ഇൻ്റഗ്രൽ എക്സ് ക്യൂബ് എന്താ വരിക, എക്സ് റേസ് ടു 4/4. ദാറ്റ് ഈസ് x²/4. 1/x എന്താ, ഇൻ്റഗ്രലിൻ്റെ 1/xൻ്റെ ഇൻ്റഗ്രൽ എന്താണ്, ln x മൈനസ് എക്സ് റേസ് ടു -2 ഇൻറ്റു എക്സ് റേസ് ടു 4 ഡിവൈഡഡ് ബൈ 16 വരും ഇല്ലേ. ഇനിയോ x²/4 ln x മൈനസ് ഇതിനെങ്ങനെ എഴുതാം, -2 + 4 ഡിവൈഡഡ് ബൈ 16. ദാറ്റ് ഈസ് ഈക്വൽ ടു x²/4 ln x മൈനസ് -2 + 4 എന്താ x²/16 എന്ന് വരും. അപ്പം ഇതാണ് എന്തെന്ന് പറയുന്നത്, വൈ പി. അപ്പം നമ്മൾ സൊല്യൂഷൻ y ഓഫ് എക്സ് എന്തായിരുന്നു, വൈ സി ഓഫ് എക്സ് പ്ലസ് വൈ പി ഓഫ് എക്സ്. എന്തായിരുന്നു നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച വൈ സി ഓഫ് എക്സ്, ഇതാ C1 x² പ്ലസ് C2 എക്സ് റേസ് ടു -2 പ്ലസ് വൈ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, x²/4 ln x മൈനസ് x²/16. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് എന്തായാലും കോഷീസ് ഓളർ ഇക്വേഷൻ ആണ്, നോൺ ഹോമോജീനിയസ് ആണ്. അപ്പോൾ സൊല്യൂഷൻ എന്താ, വൈ ഓഫ് എക്സ് ഈക്വൽ ടു വൈ സി ഓഫ് എക്സ് പ്ലസ് വൈ പി ഓഫ് എക്സ്. വൈ സി ഓഫ് എക്സ് എന്താ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, ഇതിനെ ഈക്വൽ ടു 0 എന്ന് എഴുതുക. എന്നിട്ടോ വൈക്ക് എന്ത് കൊടുക്കുക, എക്സ് റേസ് ടു എം കൊടുക്കുക. വൈ ഡാഷിന് എം ഇൻറ്റു എക്സ് റേസ് ടു m-1 കൊടുക്കുക. വൈ ഡബിൾ ഡാഷിന് എം ഇൻറ്റു m-1 ഇൻറ്റു എക്സ് റേസ് ടു m-2 കൊടുക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് വരിക, ഇതാ ഇവിടെ മൈനസ് ആണ്, ഈ മൈനസ് ഞാൻ ഇങ്ങോട്ട് എഴുതിയപ്പോൾ പ്ലസ് ആയിരുന്നു ആദ്യം എഴുതിയത്, ഇവിടെ മൈനസ് ആണ്. എന്താ ചെയ്തത്, ഇത് ഞാൻ പറയണ്ടല്ലോ, എക്സിൻ്റെ പവറൊക്കെ ഞാൻ ഇതാ ഒരുമിച്ച് എഴുതിയിട്ട് ഇത് ക്യാൻസൽ ചെയ്ത് പോയി, എനിക്ക് എക്സ് റേസ് ടു എം കിട്ടി. എക്സ് റേസ് ടു എമ്മിനെ ഞാൻ പുറത്തെടുത്തു. എന്നിട്ടോ എമ്മും ഗുണി ഇതാ എക്സ് റേസ് ടു എമ്മിനെ ഞാൻ അപ്പുറത്തോട്ട് കൊണ്ടുപോയി. അപ്പോൾ അത് 0 ആയി അല്ലേ, 0/x റേസ് ടു എം 0 ആയി. എന്നിട്ടോ എം ഇൻറ്റു എം എന്താണ്, m². എം ഇൻറ്റു -1 എന്താണ്, -m. -3m + 3 -m - 3m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -4m ആണ്. ഇതാണ് നമ്മളെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ വരുന്നത്. ഇനി എന്ത് ചെയ്യാം, ഇതാ -b ± √b² - 4ac ഡിവൈഡഡ് ബൈ 2a എന്ന് പറഞ്ഞ ഇക്വേഷൻ എഴുതിയിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് റൂട്ട് കിട്ടും, 3യും കിട്ടും 1. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, m1 = 1ഉം m2 = 3യും ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ 2 റൂട്ട് കിട്ടിയല്ലോ, അതിൽ ഒരെണ്ണം m1ഉം ഒരെണ്ണം m2 ആക്കിയിട്ട് എടുക്കാം.
ഇനി നമുക്കറിയാം നമുക്ക് കിട്ടിയ റൂട്ട് എന്താണ്, റിയലും ഡിഫറൻറ്റും ആണല്ലേ. അപ്പോൾ റിയലും ഡിഫറൻറ്റും ആണെങ്കിൽ എന്തായിരുന്നു സൊല്യൂഷൻ, y ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു c1 x റേസ് ടു m1 പ്ലസ് c2 x റേസ് ടു m2, അതായത് c1 x പ്ലസ് c2 x ക്യൂബ് എന്ന് വരും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വൈ സി ഓഫ് എക്സ്. ഇനി നമുക്ക് വൈ പി അറിയാമല്ലോ, വൈ പി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. അപ്പോൾ വൈ പി കണ്ടുപിടിക്കണമെങ്കിൽ എന്തൊക്കെ വേണം, y1 വേണം, y2 വേണം, r ഓഫ് എക്സ് വേണം, വ്രോൺസ്കിയൻ ഓഫ് y1 y2 വേണം. y1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കുന്ന വൈ സിയിൽ c1ൻ്റെ കൂടെ എന്താണോ ഉള്ളത് അതാണ് y1. y2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ c2ൻ്റെ കൂടെ എന്താണോ ഉള്ളത് അതാണ് y2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി എന്താണ് r ഓഫ് എക്സ്, നമ്മളിവിടുത്തെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്തായിരുന്നു, എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് മൈനസ് 3x വൈ ഡാഷ് പ്ലസ് 3y ഈക്വൽ ടു 2x റേസ് ടു 4 ഇ റേസ് ടു എക്സ് അല്ലേ. നമ്മുടെ ആർ ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനെ ലീനിയർ ആക്കിയതിന് ശേഷം ഈ ഈക്വൽ ടുൻ്റെ അപ്പുറത്ത് എന്താണോ കിടക്കുന്നത് അതായിരിക്കും എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ഓഫ് എക്സ്. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ലീനിയർ ആണോ, എങ്ങനെയാണ് ലീനിയർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഒന്നാമത്തെ കണ്ടീഷൻ, നമ്മുടെ വൈ വരുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ മേലെ പവർ വരുന്നോ നോക്കുക. എന്തെങ്കിലും പവർ വരുന്നുണ്ടോ, ഇല്ല, ഓൺലി അതെന്താണ് 1 ആണ്. അപ്പം ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ, ഇതിൻ്റെ കൂടെ ഇതല്ലാതെ വേറെ വൈകൾ ഇൻഡു ചെയ്ത് വരാൻ പാടില്ല. അതായത് വൈ ഇൻറ്റു വൈ ഡബിൾ ഡാഷ് വരാൻ പാടില്ല. ഇങ്ങനെ ഒരേ സ്ഥലത്ത് 2 വൈകൾ വരാൻ പാടില്ല. അങ്ങനെ വരുന്നുണ്ടോ, അതും ഇല്ല. സോ രണ്ടാമത്തെ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തു. മൂന്നാമത്തെ കണ്ടീഷൻ പറയുന്നത് ഇവിടെ വൈ ഡബിൾ ഡാഷ് ഒറ്റയ്ക്കേ വരാൻ പാടുള്ളൂ, അതിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആയിരിക്കണം, വേറൊന്നും ഇതിൻ്റെ കൂടെ വരാൻ പാടില്ല. പക്ഷേ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല അല്ലേ, അതായത് ഇവിടെ എക്സ് സ്ക്വയർ വരാൻ പാടില്ല. അപ്പോൾ എക്സ് സ്ക്വയർ പോയി കഴിഞ്ഞാൽ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്തായിക്കോളും, ലീനിയർ ആയിക്കോളും. അപ്പോൾ ഈ എക്സ് സ്ക്വയർ പോക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സ് സ്ക്വയർ വെച്ച് ഹരിക്കുക. എന്തിനാണോ പോക്കേണ്ടത് അത് വെച്ച് ഹരിച്ചാൽ മാത്രം മതി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് മൈനസ് 3x ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ വൈ ഡാഷ് പ്ലസ് 3 ബൈ എക്സ് സ്ക്വയർ വൈ ഈക്വൽ ടു 2x റേസ് ടു 4 ഇ റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. എന്തിനാണോ ഹരിക്കുന്നത് അത് രണ്ട് സൈഡിലും ചെയ്യണം. ഇതും വെട്ടിപ്പോയാൽ അവിടെ വൈ ഡബിൾ ഡാഷ് മാത്രമായല്ലോ. ഇവിടെ നമുക്കറിയാം 2x ഉണ്ട് അല്ലേ, ആ 2 എണ്ണത്തിൽ നിന്ന് ഞാൻ ഒരെണ്ണം കട്ട് ചെയ്തു, മേലേന്ന് ഒരെണ്ണം കട്ട് ചെയ്തു, ബാക്കി അടിയിലുണ്ട് എത്ര എണ്ണം ഉണ്ട്, ഒരെണ്ണം ഉണ്ട്. പ്ലസ് 3 ബൈ എക്സ് സ്ക്വയർ വൈ. ഇനി ഇവിടെ 4x ഉണ്ട്, ഈ 2 എണ്ണം 4 എണ്ണത്തിൽ നിന്ന് 2 എണ്ണം പോയാൽ പിന്നെ അവിടെ 2 എണ്ണം അല്ലേ ഉള്ളൂ, 2x സ്ക്വയർ ഇ റേസ് ടു എക്സ്. ഇപ്പം ഇതെന്തായി, ലീനിയർ ആയി. ഇനി ഈക്വൽ ടുൻ്റെ അപ്പുറത്ത് എന്താണോ ഉള്ളത് അതായിരിക്കും എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ഓഫ് എക്സ്. അപ്പം ആർ ഓഫ് എക്സും കിട്ടി. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്, വ്രോൺസ്കിയൻ ഓഫ് y1 y2. എന്താണ് ഇക്വേഷൻ വരിക, ഡിറ്റർമിനൻറ്റ് y1 y2 y1 ഡാഷ് y2 ഡാഷ് അല്ലേ. y1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എക്സ് ആണ്. y1 ഡാഷ് എന്താണ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. y2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എക്സ് ക്യൂബാണ്. അപ്പോൾ y2 ഡാഷ് എന്താണ്, എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും, 3x സ്ക്വയർ. ഇനി ഇതിൽ കൊടുത്തൂടെ, എന്താ വരിക, എക്സ് വരും, എക്സ് ക്യൂബ് വരും, 1 3x സ്ക്വയർ. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുക, ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യുക. എക്സ് ഇൻറ്റു 3x സ്ക്വയർ എന്താണ്, 3x ക്യൂബ് അല്ലേ. 3യും 2 എക്സും ഇവിടെ ഒരു എക്സും കൂടി മൊത്തം എത്ര എണ്ണം വരും, മേലെ 3 എണ്ണം. ഗുണിക്കുന്നത് കൊണ്ടാണ് 3 മേലെ എഴുതിയത്. എക്സ് ക്യൂബ് ഇൻറ്റു 1 എന്താണ്, എക്സ് ക്യൂബ്. 3x ക്യൂബിൽ നിന്ന് 1x ക്യൂബ് പോയ ബാക്കി എന്താണുള്ളത്, 2x ക്യൂബ്. അപ്പോൾ വ്രോൺസ്കിയൻ കിട്ടിയല്ലോ. അപ്പം എല്ലാം കിട്ടി. ഇനി നമുക്ക് വൈ പി കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ വൈ പി കണ്ടുപിടിക്കാൻ ഇനി ഇതിൽ ഇട്ട് കൊടുത്താൽ മാത്രം മതി, കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ y1 പകരം ഞാൻ എന്ത് കൊടുത്തു, എക്സ് കൊടുത്തു. y2 എന്താണ്, എക്സ് ക്യൂബാണ്. ആർ ഓഫ് എക്സ് എന്താണ്, 2x സ്ക്വയർ ഇ റേസ് ടു എക്സ് ആണ്. ഡിവൈഡഡ് ബൈ വ്രോൺസ്കിയൻ എന്താണ്, 2x ക്യൂബ് dx പ്ലസ് y2 എന്താണ്, എക്സ് ക്യൂബ്. y1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആണ്. ആർ ഓഫ് എക്സ് എന്താണ്, 2x സ്ക്വയർ ഇ റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ വ്രോൺസ്കിയൻ എന്താണ്, 2x ക്യൂബ് dx. ഇനി എന്ത് ചെയ്യാം, ഈ എക്സ് ക്യൂബും വെട്ടിപ്പോകും, ഈ രണ്ടും വെട്ടിപ്പോകും. പിന്നെ അവിടെ എന്താ ഉള്ളത്, എക്സ് സ്ക്വയർ ഇ റേസ് ടു എക്സ് ഡി എക്സ് പ്ലസ് എക്സ് ക്യൂബ് ഇൻറ്റു ഇതെന്താണ്, എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് എന്താ, രണ്ടും കൂടി ചേർന്ന് അവിടെ എന്താകും, എക്സ് ക്യൂബ് ആകും. അപ്പം ഈ എക്സ് ക്യൂബും വെട്ടിപ്പോയി, ഈ രണ്ടും വെട്ടിപ്പോയി, പിന്നെ അവിടെ എന്തേ ഉള്ളൂ, ഇ റേസ് ടു എക്സ്. ഓക്കെ, ഇനി ഇതിന് ഇൻ്റഗ്രേഷൻ ചെയ്താൽ മതിയല്ലോ. ഇൻ്റഗ്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കണം,
നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പം എക്സിൻ്റെ 2 ടേം വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യും. അതേപോലെ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പം ഇവിടെ ഒരു എക്സിൻ്റെ ടേം ഉണ്ട്, ഇവിടെ ഒരു എക്സിൻ്റെ ടേം ഉണ്ട്. ഇതിനെ നമുക്ക് ഇങ്ങനെ ഇൻ്റഗ്രേഷൻ ചെയ്യുന്ന പോസിബിൾ അല്ല. അപ്പം നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്യണം. എന്താണ് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ യു വി ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഇൻ്റഗ്രൽ വി ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ യു ഡാഷ് ഇൻ്റഗ്രൽ വി ഡി എക്സ് ഡി എക്സ്. ഇതാണ് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്. ഇതെങ്ങനെ അപ്ലൈ ചെയ്യാം? നമുക്കിപ്പം ഇതിനെയാണല്ലോ ഇൻ്റഗ്രേഷൻ ചെയ്യേണ്ടത്. ഇത് തന്നെ ഒന്ന് നിങ്ങൾ മാറ്റിയെടുത്ത് ചെയ്യാം. ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഇ റേസ് ടു എക്സ് ഡി എക്സ് ഇതിനെ തന്നെ ഞാനൊന്ന് ചെയ്യാണ്. യു ആക്കിയിട്ട് എന്തിനെ എടുക്കുക? എക്സ് സ്ക്വയറിനെ എടുക്കുക. വി ആക്കിയിട്ട് എന്തിനെ എടുക്കുക? ഇ റേസ് ടു എക്സിനെ എടുക്കുക. അപ്പോൾ യു ഇൻറ്റു ഇൻ്റഗ്രൽ വി ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ യു ഡാഷ്. യു എന്താണ്? എക്സ് സ്ക്വയർ ആണ്. യു ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അപ്പോൾ ഇവർ ഇതിൻ്റെ ഡെറിവേറ്റീവ് 2x ഇൻറ്റു ഇൻ്റഗ്രൽ വി എന്താ? ഇ റേസ് ടു എക്സ് ഡി എക്സ് ഡി എക്സ്. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുക? ആദ്യം ഇത് ചെയ്യുക, അതിന് ശേഷം ഇത് ചെയ്താൽ മതി. ഈക്വൽ ടു എന്താ വരിക? എക്സ് സ്ക്വയർ ഇൻറ്റു ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് എന്താണ്? ഇ റേസ് ടു എക്സ് മൈനസ് ഇൻ്റഗ്രൽ 2x ഇൻറ്റു എന്താണ്? ഇ റേസ് ടു എക്സിൻ്റെ ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് പിന്നെയുള്ള ഡി എക്സ്. അപ്പോൾ വീണ്ടും എന്താ? എക്സിൻ്റെ 2 ടേം വന്നു അല്ലേ? ഇത് രണ്ടും 2 ടേമാണ്. ഇത് നമുക്ക് ഒരുമിച്ച് എഴുതാനും പറ്റില്ല. അപ്പോൾ എക്സിൻ്റെ 2 ടേം വരുമ്പോൾ വീണ്ടും ഇവിടെ എന്ത് യൂസ് ചെയ്യണം? ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്യണം. അപ്പം എക്സ് സ്ക്വയർ മൈനസ് ഇ റേസ് ടു എക്സ് മൈനസ് എന്ത് ചെയ്യാം? ഇതിനെ ഫസ്റ്റ് ഫംഗ്ഷൻ യു ആക്കിയിട്ടും ഇതിനെ വി ആക്കിയിട്ടും എഴുതുക. സെയിം ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. എന്താ വരിക? യു ഇൻറ്റു യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 2x ഇൻ്റഗ്രൽ വി ഇ റേസ് ടു എക്സ് ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ യു ഡാഷ്. യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2x ആണ്. യു ഡാഷ് എന്താ? 2xൻ്റെ ഡെറിവേറ്റീവ് 2. അപ്പോൾ 2 ഇൻറ്റു ഇൻ്റഗ്രൽ വി എന്താ? ഇ റേസ് ടു എക്സ് ഡി എക്സ് ഡി എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് ഇ റേസ് ടു എക്സ് മൈനസ് 2x ഇൻറ്റു ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് ഡി എക്സ് എന്താ? ഇ റേസ് ടു എക്സ് മൈനസ് ഇൻ്റഗ്രൽ 2 ഇൻറ്റു ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് ഡി എക്സ് എന്താ? ഇ റേസ് ടു എക്സ് ഇ ഡി എക്സ് എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് ഇ റേസ് ടു എക്സ് 2x ഇ റേസ് ടു എക്സ് മൈനസ് ഈ 2 കോൺസ്റ്റൻ്റ് ആണ് അല്ലേ? ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് ഡി എക്സ് എന്ത് തന്നെയാണ്? ഇ റേസ് ടു എക്സ്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ബ്രാക്കറ്റിന് എന്ത് ചെയ്യാം? ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ഈ ബ്രാക്കറ്റിനെ അങ്ങ് ഓപ്പൺ ചെയ്യാം. ഈ ബ്രാക്കറ്റിനെ ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് വെച്ച് ഇൻറ്റു ചെയ്യണം. അപ്പോൾ പ്ലസ്സൊക്കെ മൈനസും മൈനസൊക്കെ എന്തും ആകും? നെഗറ്റീവും ആകും. മൈനസ് 2x ഇ റേസ് ടു എക്സ് ഈ മൈനസ് പ്ലസ് ആകും 2 ഇ റേസ് ടു എക്സ് ആകും. ഇനിയോ ഇവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം ഇവിടെ എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു എക്സ് ആണ്. നമ്മൾ എഴുതിയപ്പോൾ ഇവിടെ ഒരു മൈനസ് വന്നു പോയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് ഇൻറ്റു ആണ്. അപ്പം എന്താ ഇതിനെയാണ് നമ്മൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ച് ചെയ്തിട്ട് കണ്ടുപിടിച്ചത് കേട്ടോ. അതാണ് ഇത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇതിൻ്റെ ഇൻ്റഗ്രൽ നമ്മൾ തുടങ്ങിയത് ഓർമ്മ ഉണ്ടല്ലോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതാണ്. അപ്പോൾ അതിന് പകരം നമ്മൾ അവിടെ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പം ഈ ഇക്വേഷനിൽ നിന്നായിരുന്നു നമ്മൾ തുടങ്ങിയത്. ഇതിൻ്റെ ഇൻ്റഗ്രൽ നമ്മൾ കണ്ടുപിടിച്ചു വെച്ചു. അതാണ് ഞാൻ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കൊടുത്തത്. ക്ലിയർ ആവുന്നുണ്ടോ? പ്ലസ് എക്സ് ക്യൂബ് ഇൻറ്റു ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് എന്താണ്? ഇ റേസ് ടു എക്സ്. ഇനി ഈ മൈനസ് എക്സിന് ഉള്ളിലോട്ട് ഇൻറ്റു ചെയ്യാം. മൈനസ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ എന്താ? മൈനസ് എക്സ് ക്യൂബ്. എന്നിട്ട് ഇ റേസ് ടു എക്സ് എഴുതി. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് എക്സ് ഇൻറ്റു എക്സ് എന്താണ്? എക്സ് സ്ക്വയർ 2x സ്ക്വയർ ഇ റേസ് ടു എക്സ് വരും. മൈനസ് എക്സ് ഇൻറ്റു പ്ലസ് എന്താ വരിക? മൈനസ് വരും അല്ലേ? പിന്നെ ഈ എക്സ് ഇൻറ്റു 2 ഇ റേസ് ടു എക്സ് 2x ഇ റേസ് ടു എക്സ് പ്ലസ് എക്സ് ക്യൂബ് ഇ റേസ് ടു എക്സ്. ഇനിയോ എക്സ് ക്യൂബ് ഇ റേസ് ടു എക്സ് പ്ലസും നെഗറ്റീവും വന്നു. ബാക്കി ഇവിടെ എന്താ ഉള്ളത്? 2x സ്ക്വയർ ഇ റേസ് ടു എക്സ് മൈനസ് 2x ഇ റേസ് ടു എക്സ്. ഇനി ഇതിൽ നിന്ന് എനിക്ക് എന്ത് പുറത്തെടുക്കാം? ഞാൻ 2x ഇ റേസ് ടു എക്സിനെ പുറത്തെടുത്തു. ഇവിടെ നിന്ന് 2നെ പുറത്തെടുത്തു, ഇ റേസ് ടു എക്സിനെയും പുറത്തെടുത്തു. ഈ എക്സ് സ്ക്വയറിൽ നിന്ന് ഒരു എക്സിനെ ഞാൻ പുറത്തെടുത്തു. അപ്പം ബാക്കി അവിടെ ഒരു എക്സ് മാത്രമല്ലേ ഉള്ളൂ. 2x നിന്ന് ഒരെണ്ണം പോയി കഴിഞ്ഞാൽ മൈനസ് 2വിനെയും പുറത്തെടുത്തു, എക്സിനെയും പുറത്തെടുത്തു, ഇ റേസ് ടു എക്സിനെയും ഞാൻ പുറത്തെടുത്തു. പിന്നെ അവിടെ എന്തേ ഉള്ളൂ? 1. അപ്പോൾ YP സമം ഇത് ഇനിയിപ്പോൾ നിങ്ങൾ ഇങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ പുറത്തെടുക്കണം എന്നൊന്നുമില്ല. അപ്പോൾ YP സമം നമുക്ക് എന്ത് കിട്ടി? ഇത് കിട്ടി.
ഇനി നമ്മൾ സൊല്യൂഷൻ എന്താ? വൈ സി ഓഫ് എക്സ് പ്ലസ് വൈ പി ഓഫ് എക്സ് അല്ലേ? വൈ സി ഓഫ് എക്സ് നമുക്ക് എന്താ കിട്ടിയത്? C1x പ്ലസ് C2x ക്യൂബ് അല്ലേ? C1x പ്ലസ് C2x ക്യൂബ് പ്ലസ് വൈ പി ഓഫ് എക്സ് എന്താണ്? ഇതാ തൊട്ട് മുന്നേ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 2x e⁻x ഇൻറ്റു എക്സ് മൈനസ് 1. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോൾവ് എക്സ് ക്യൂബ് ഡി ക്യൂബ് വൈ ഡിവൈഡഡ് ബൈ ഡി എക്സ് ക്യൂബ് പ്ലസ് 3x² ഡി സ്ക്വയർ വൈ ഡിവൈഡഡ് ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 0. അപ്പോൾ നേരത്തെ ചെയ്തതൊക്കെ നോൺ ഹോമോജീനിയസ് ആയിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് വൈ സി ഓഫ് എക്സും വൈ പി ഓഫ് എക്സും സെപ്പറേറ്റ് കാണേണ്ടി വന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹോമോജീനിയസ് ആണ്. അപ്പോൾ സെപ്പറേറ്റ് കാണണ്ട അല്ലേ? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതി റൂട്ട്സ് കണ്ടുപിടിച്ചാൽ നമുക്ക് സൊല്യൂഷൻ കിട്ടും. അതിന് നമ്മൾ ആദ്യം ഇതിനെ മാറ്റി എഴുതാം. നമുക്കറിയാം ഡി ക്യൂബ് വൈ ഡിവൈഡഡ് ബൈ ഡി എക്സ് ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വൈ ട്രിപ്പിൾ ഡാഷ് അല്ലേ? ഇനി പ്ലസ് 3x² ഇൻറ്റു ഡി സ്ക്വയർ വൈ ഡിവൈഡഡ് ബൈ ഡി എക്സ് സ്ക്വയർ എന്താണ്? വൈ ഡബിൾ ഡാഷ്. ഇവിടെ എത്ര എണ്ണം ഉണ്ടോ അത് മേലെ അങ്ങ് ഇട്ട് കൊടുക്കുക. ഇവിടെയോ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വൈ ഡാഷ് ആണ്. പ്ലസ് വൈ ഈക്വൽ ടു 0. നമുക്ക് എന്തറിയാം? ഇത് എക്സ് ക്യൂബ് വരുന്നത് കൊണ്ടൊരു ഊളറാണ് അല്ലേ? കോഷീസ് ഓളർ ഇക്വേഷൻ ആണ്. പിന്നെയോ എന്താ? ഇതെല്ലാം കറക്റ്റാണ്, ഹോമോജീനിയസും ആണ്. ഇനി എന്ത് ചെയ്യുക? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതുക. എങ്ങനെ എഴുതുക? വൈക്ക് x⁻m കൊടുക്കുക. വൈ ഡാഷിനോ m ഇൻറ്റു x⁻m−1 കൊടുക്കുക. വൈ ഡബിൾ ഡാഷിനോ m ഇൻറ്റു m−1 ഇൻറ്റു x⁻m−2 കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ വൈ ട്രിപ്പിൾ ഡാഷിന് എന്താ കൊടുക്കേണ്ടത്? m ഇൻറ്റു m−1 ഇൻറ്റു m−2 ഇൻറ്റു x⁻m−3 കൊടുക്കുക. ഇത് ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ എന്ത് ചെയ്തു? വൈ ട്രിപ്പിൾ ഡാഷിന് പകരം അത് ഇട്ട് കൊടുത്തു. വൈ ഡബിൾ ഡാഷിനൊക്കെ ഞാനത് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? എക്സിൻ്റെ പവറൊക്കെ ഒരുമിച്ച് എഴുതും അല്ലേ? ഞാൻ ഇതൊക്കെ ഇവിടെ എഴുതി. അതിനുശേഷം എക്സിനെ എഴുതി. എന്നിട്ടോ ഈ 3ഉം m−3യും കൂടി ഞാൻ കൂട്ടി എഴുതി. അതേപോലെ m ഒക്കെ ആദ്യം എഴുതിയിട്ട് ഈ 3 ഇവിടെ ഉണ്ട്. എക്സിൻ്റെ മുകളിലുള്ള ഈ 2ഉം m−2യും കൂടി ഞാൻ കൂട്ടി എഴുതി. അതേപോലെ അടുത്തത് എന്താ? m അല്ലേ? m എഴുതി. ഈ m എഴുതി. പിന്നെ ഇവിടെ ഒരു എക്സിൻ്റെ മേലെ ഒന്നും കാണുന്നില്ല. അതിൻ്റെ അർത്ഥം അവിടെ എന്താണെന്നാണ്? 1 ആണെന്ന്. പിന്നെ ഈ m−1 ഞാൻ അതിനോട് കൂട്ടി എഴുതി. ബാക്കിയുള്ള x⁻m. ഇനിയോ ഈ -3യും +3യും കട്ടായി പോയാൽ പിന്നെ അവിടെ എന്തേ ഉള്ളൂ? x⁻m. ബാക്കിയുള്ളത് അതേപോലെ എഴുതി. അതിനൊരു മാറ്റവും ഇല്ല. അടുത്തത് ഈ -2ഉം +2ഉം ക്യാൻസൽ ചെയ്താൽ പോയാൽ പിന്നെ അവിടെ എന്തേ ഉള്ളൂ? x⁻m. ഇവിടെ -1ഉം +1ഉം ക്യാൻസൽ ചെയ്ത് പോയാൽ പിന്നെ അവിടെ എന്തേ ഉള്ളൂ? x⁻m. അതേപോലെ എഴുതി. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ x⁻m അങ്ങ് പുറത്തെടുക്കുക. ഇവിടെ നിന്ന് x⁻m പോയാൽ പിന്നെ ഇത്രയും സാധനങ്ങളെ അവിടെ ഉണ്ടാവുള്ളൂ. അത് ഞാൻ ഉള്ളിൽ എഴുതി. ഇവിടെ നിന്ന് x⁻m പോയാൽ ഇത്രയും കാര്യങ്ങളായിരിക്കും ഉള്ളിലുണ്ടാകുക. ഇവിടെ നിന്ന് x⁻m പോയാൽ പിന്നെ 1 ആയിരിക്കും. ഇവിടെ നിന്ന് x⁻m പോയാൽ അവിടെ ഒന്നും കാണുന്നില്ലല്ലോ. അതിൻ്റെ അർത്ഥം അവിടെ എന്താണ്? 1 ആണ്. ഇനി x⁻mനെ ഞാനിതാ ഇപ്പുറത്തെ സൈഡിലോട്ട് എടുത്തു. അപ്പോൾ അത് ഹരണമായി ഈക്വൽ ടു 0 ആയിപ്പോയി. ഇനി ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ 3നെ ഞാൻ ഇവിടെ ആദ്യമാക്കി എഴുതി. ആ ഒരു മാറ്റമുള്ളൂ. ഇനി നമുക്ക് ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്തൂടെ? ഇനി നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഞാൻ ആദ്യം എമ്മിന് ഇവിടെ വെച്ചിട്ട് ഇത് തമ്മിൽ ഇൻറ്റു ചെയ്തു. m ഇൻറ്റു m എന്താണ്? m². m ഇൻറ്റു -2 എന്താണ്? -2ഉം. -1 ഇൻറ്റു m എന്താണ്? -m. -1 ഇൻറ്റു -2 എന്താണ്? -ഉം മൈനസും പ്ലസ് ആയി 1 ഇൻറ്റു 2 2. ഇനിയോ 3m ഇൻറ്റു m എന്താണ്? 3m². 3m ഇൻറ്റു -1 എന്താണ്? -3m. ബാക്കി +m+1 അതേപോലെ എഴുതി. ഇനി ഈ എമ്മിനെ ഉള്ളിലോട്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ എന്താ വരിക? m ഇൻറ്റു m² എന്ത് വരും? m³. m ഇൻറ്റു -2m എന്താ വരിക? -2m². m ഇൻറ്റു -m എന്താണ്? -m². m ഇൻറ്റു 2 എന്താണ്? +2m. ബാക്കിയുള്ള സാധനങ്ങൾ ഞാൻ അതേപോലെ എഴുതി കൊടുത്തു. ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കോ. ഇവിടെ 2m²ഉം ഇവിടെ ഒരു m² ഉണ്ട്. സൈൻ എന്താ കിടക്കുന്നത്? മൈനസ് ആണ് അല്ലേ? അതായത് നമുക്കറിയാം ഇങ്ങനെ ഒരേ സാധനങ്ങൾ വന്ന് അതിൻ്റെ കോയിഫിഷ്യൻസ് കൂട്ടിയാൽ മതി. അതായത് ഇതിൻ്റെ കൂടെയുള്ള സാധനങ്ങൾ കൂട്ടിയാൽ മതി അല്ലേ? ഇവിടെ m²ൻ്റെ കൂടെ എന്താ ഉള്ളത്? -2. ഇവിടെ m²ൻ്റെ കൂടെ എന്താ ഉള്ളത്? ഒരു മൈനസ്. അതിൻ്റെ അർത്ഥം അവിടെ എന്താണ്? -1. അതായത് -3. എന്നിട്ട് അതിൻ്റെ കൂടെ അങ്ങ് എന്തിട്ട് കൊടുക്കുക? m² ഇട്ട് കൊടുക്കുക. അപ്പം -2m² -m² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? -3m² ആണ്. ഇനിയോ ഇവിടെ 2m ഉണ്ട്. ഇവിടെ ഒരു m ഉണ്ട്. മൊത്തം എത്ര എണ്ണമായി? 3m ആയി.
പിന്നെ ഞാൻ ഇവിടെ എഴുതി എം ക്യൂബ് അതേപോലെ ഇവിടെ എഴുതി, ഈ 3m² അതേപോലെ എഴുതി, ഇവിടെയുള്ള 3m അതേപോലെ എഴുതി, ഈ 1 ഞാൻ അതേപോലെ എഴുതി. ഇനി നിങ്ങൾ നോക്കിക്കോ, ഇവിടെ ഈ 3m², ഇവിടെയും 3m² ഉണ്ട്. ഒരേ സാധനം നെഗറ്റീവും പ്ലസ്സും വന്നാൽ അത് ക്യാൻസൽ ചെയ്തു പോകും. അതേപോലെ തന്നെ ഇവിടെയും 3m ഉണ്ടല്ലോ, ഇതെന്ത് തന്നെയാണ്, ഒരേ സാധനം ഒരു പ്ലസ്സും ഒരു നെഗറ്റീവും വന്നാൽ അത് ക്യാൻസൽ ചെയ്തു പോകും. ബാക്കി എന്തേ ഉള്ളൂ, m³ 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ m³ + 1 = 0. ഇനി നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇനി എന്താ വേണ്ടത്, ഇതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ക്യൂബൊക്കെ വന്ന റൂട്ട് കണ്ടുപിടിക്കാൻ ആദ്യം എന്താ ചെയ്യുന്നത്, നമ്മൾ ട്രയൽ ചെയ്തിട്ടൊരു റൂട്ട് കണ്ടുപിടിക്കും. ഞാൻ എന്ത് ചെയ്യാം, അതായത് എമ്മിന് എന്ത് കൊടുത്താലാണ് 0 കിട്ടുക നോക്കുക, അതായിരിക്കും റൂട്ട് എന്ന് പറയുന്നത്. എമ്മിന് ഞാൻ 1 കൊടുത്തു, 1 കൊടുക്കുമ്പോൾ ഇത് 1 + 1 = 2 കിട്ടുന്നത്, 0 കിട്ടുന്നില്ല. അപ്പോൾ 1 എന്തല്ല, റൂട്ടല്ല. ഞാൻ എന്ത് ചെയ്യുക, എമ്മിന് -1 കൊടുത്തു അല്ലേ, ഇവിടെ -1 കൊടുത്താൽ -1³ + 1, ദാറ്റ് ഈസ് -1 + 1 എന്താണ്, 0. അപ്പം m = -1 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, 0 കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ m = -1 എന്ന് പറയുന്നത് എന്താണ്, ഒരു റൂട്ടാണ്. അപ്പോൾ നമുക്ക് ഒരു റൂട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിന് എന്താ ചെയ്യേണ്ടത്, അതിനെ ഫാക്ടറാക്കി എഴുതുക. എങ്ങനെ എഴുതുക, ഈ -1നെ എമ്മിൻ്റെ അടുത്തോട്ട് കൊണ്ടുവരിക. അവിടെയുള്ള -1 ഇങ്ങോട്ട് വരുമ്പോൾ എന്താകും, +1 ആകും. അപ്പം m + 1 = 0. ഇങ്ങനെ ഫാക്ടർ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി 2 റൂട്ട് കിട്ടാൻ എന്ത് ചെയ്താൽ മതി, ഇതിനെയും കൊണ്ട് ഇതിനെ ഹരിച്ചാൽ മതി. അപ്പം m³ + 1നെ എന്തും കൊണ്ട് ഹരിച്ചാൽ മതി, m + 1നെ കൊണ്ട് ഹരിച്ചാൽ മതി. ഹരിക്കുന്ന സമയത്ത് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം, ഇവിടെ എന്താണ്, m³ ആണ്. അപ്പോൾ നമുക്കറിയാം അവിടെ m² വരുന്നതുണ്ടാകും, m വരുന്നതും ഉണ്ടാകും. പിന്നെ ഇവിടെയുള്ള 1 ഞാൻ എഴുതി. ഈ 2 സാധനം 0 ആയി പോയത് കൊണ്ടാണ് നമുക്ക് ഇവിടെ ഇല്ലാത്തത്. അപ്പോൾ ഹരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് 2 സാധനം ഇവിടെ ഇല്ലല്ലോ, അപ്പോൾ ഇതിന് പകരം നിങ്ങൾ അവിടെ എന്താക്കി കൊടുക്കണം, 0 ഇട്ട് കൊടുക്കണം, എന്നിട്ട് ഹരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ പിന്നെ തെറ്റിപ്പോകും. ഹരിക്കണം m + 1. ഇനി m³ കിട്ടാൻ എമ്മിനോട് എന്താ ഗുണിക്കേണ്ടത്, m². അതായത് നിങ്ങൾ നോക്കിയാൽ മതി, ഇവിടെ 3 എണ്ണല്ലേ, അപ്പം ഒരെണ്ണത്തിനോട് എത്ര എണ്ണം ചേർത്താലും 3 എണ്ണാകും, 2 എണ്ണം ചേർത്താലും 3 എണ്ണാകും അല്ലേ. അപ്പോൾ m² × m എന്താണ്, m³. m² × 1 എന്താണ്, m². m³ നിന്ന് m³ പോയാൽ 0. 0യിൽ നിന്ന് m² പോയാൽ എന്താണ്, അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം, 0യിൽ നിന്നും എന്താണ്, നമ്മൾ സാധാ ഹരിക്കുന്നത് പോലെ തന്നെ ഹരിക്കുക. മേലെയുള്ളതിൽ നിന്നും ഇവിടെ താഴെയുള്ളത് കുറയ്ക്കുകയല്ലേ ചെയ്യുന്നത്. 0യിൽ നിന്നും ഞാൻ എന്താ കുറയ്ക്കുന്നത്, m² കുറയ്ക്കുക. അപ്പോൾ എന്താ ഇവിടെ വരിക, -m². ക്ലിയർ ആവുന്നുണ്ടോ. അപ്പോൾ ഇവിടെ എന്താ വരിക, -m². ബാക്കി മേലെയുള്ള 0 + 1 അതേപോലെ എഴുതി. ഇനിയോ നമുക്ക് -m² കിട്ടണം അല്ലേ. ഒരു m ഇവിടെ ഉണ്ട്, അപ്പോൾ m² കിട്ടണമെങ്കിൽ ഒരു m കൂടി ചേർന്നാലല്ലേ 2 എണ്ണം ആവുള്ളൂ. പിന്നെയോ ഇവിടെ ഒരു മൈനസും ഉണ്ട്, അപ്പോൾ ഒരു -m ചേർന്നാലേ എന്താവുള്ളൂ, -m² ആകുള്ളൂ. ഇനി -m × 1 ഒന്നിനോട് എന്ത് ഗുണിച്ചാലും അത് തന്നെയല്ലേ വരും. അപ്പോൾ -m × 1 എന്താണ്, -m. m². അപ്പം നിങ്ങൾ നോട്ട് ചെയ്യുക, അതാ -m² നിന്ന് -m² കുറച്ചാൽ 0. അതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി, -m² നിന്ന് എന്താ കുറയ്ക്കുന്നത്, അടിയിലുള്ള -m², അതായത് -m², ഈ മൈനസും മൈനസും ചേർന്ന് +m² ആവും. ഒരേ സാധനം പ്ലസും മൈനസും വന്നാൽ 0 ആയി പോകും. ഇനി 0യിൽ നിന്നും എന്താ കുറയ്ക്കുന്നത്, -m. അതായത് 0യിൽ നിന്നും മേലെയുള്ളതിൽ നിന്നും താഴെയുള്ളത് കുറയ്ക്കണം. മേലെയുള്ളത് എന്താണ്, 0. അതിൽ നിന്നും താഴെയുള്ളത് എന്താണ്, -m. അപ്പം ഈ മൈനസും മൈനസും ചേർന്ന് എന്തായിപ്പോയി, +m ആയിപ്പോയി. ഇനി മേലെയുള്ള +1 ഞാൻ എടുത്തെഴുതി. ഇനി നമുക്കിവിടെ m കിട്ടണം. ഈ എമ്മിനോട് എന്ത് ഗുണിച്ചാൽ നമുക്ക് m കിട്ടും അല്ലേ. അതായത് ഏത് നമ്പറാണ് ഇതിനോട് ഏത് നമ്പർ ഇതിനോട് ഗുണിച്ചാലാണ് m കിട്ടുക, 1 ഗുണിച്ചാലല്ലേ. 1 × m എന്ത് തന്നെയാണ്, m ആണ്. ഇനി 1 × 1 എന്താണ്, 1 ആണ്. m ന്ന് m പോയാൽ 0, 1 ന്ന് 1 പോയാൽ 0. അടിയിൽ നമുക്ക് ലാസ്റ്റ് 0 കിട്ടണം, ഇല്ലെങ്കിൽ നിങ്ങൾ തെറ്റിപ്പോയി. അപ്പോൾ നമുക്കിവിടെ കിട്ടിയത് എന്താ, ഹരിച്ചപ്പം m² - m + 1. ആദ്യം നമ്മളൊരു റൂട്ട് കണ്ടുപിടിച്ചായിരുന്നു, m1 = -1. ഇനിയോ ഇതെന്താ, m² - m + 1 = 0. ഇനി ഇത് സോൾവ് ചെയ്താൽ ബാക്കി 2 റൂട്ട് കിട്ടും. അപ്പോൾ ഞാനിതാ ഈ -b ± ഒക്കെ എഴുതി, എന്നിട്ട് അതിൽ കൊടുത്തു. ലാസ്റ്റ് എനിക്ക് ഇങ്ങനെ കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യുക, മൈനസ് വന്നു കഴിഞ്ഞാൽ മൈനസ് പോക്കിയിട്ട് അവിടെ എന്തിട്ട് കൊടുക്കും, i ഇട്ട് കൊടുക്കും. ഇനി എന്ത് ചെയ്യുക, ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുക. ഇതിനെങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുക, 1/2 ± √3i / 2. എന്നിട്ടോ മൈനസും പ്ലസും ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് വരും, 1/2 + √3/2 iയും 1/2 - √3/2 iയും. അപ്പം m2 കിട്ടി.
m3യും കിട്ടി ഇല്ലേ? ഇപ്പം നമുക്ക് 3 റൂട്ട് കിട്ടിയില്ലേ? ഇനി നമുക്ക് y(x) ചൂസ് ചെയ്യണം അല്ലേ? അപ്പം ആദ്യം കണ്ടുപിടിച്ച റൂട്ട് എന്താണ്? m1 = -1. നോട്ട് ചെയ്യേണ്ട കാര്യം, നമുക്ക് 3 കേസ് ഉണ്ട്. ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റൂട്ട് റിയലും ഡിഫറൻറ്റുമാണെങ്കിൽ നമ്മുടെ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ c1x(m1) + c2x(m2) + c3x(m3) എത്ര എണ്ണം ഉണ്ടോ അതിനനുസരിച്ച് അത് പോകും അല്ലേ? ഇവിടെ നമുക്ക് ഒരെണ്ണം ഉള്ളൂ റിയൽ ആൻഡ് ഡിഫറൻറ്റ് അല്ലേ? റിയലും ഡിഫറൻറ്റും ആയിട്ട് വരുന്നത്, അതായത് റിയലായിട്ട് വരുന്ന ഒരൊറ്റ ഒരെണ്ണം ഉള്ളൂ. അപ്പോൾ c1x(m1) മാത്രം മതി. ബാക്കി 2 റൂട്ട് എന്താണ്? കോംപ്ലക്സ് ആണ്. വരുന്നത് കണ്ടോ? അപ്പോൾ ബാക്കി 2 റൂട്ട് കോംപ്ലക്സുമാണ് ഡിഫറൻറ്റുമാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ എന്തായിരുന്നു? e⁴ αx c1 cos β ln x + sin β ln x. ഇനി എന്താണ് ആൽഫ, എന്താണ് ബീറ്റ? അതായത് ആൽഫ ± iβ എന്നാണ് ഇതിൻ്റെ ഫോമാറ്റ്. ഇവിടെ ആൽഫേൻ്റെ സ്ഥാനത്ത് എന്താ കിടക്കുന്നത്? 1/2. അപ്പോൾ ആൽഫ എന്താണ്? 1/2. ഐൻ്റെ കൂടെ ഉള്ളതാണ് ബീറ്റ. ഇവിടെ ഐൻ്റെ കൂടെ എന്താ ഉള്ളത്? √3/2. അത് ഇക്വേഷനിൽ കൊടുത്താൽ എന്താ വരിക? പിന്നെ m1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കണ്ടുപിടിച്ച റൂട്ട് -1. അപ്പം y(x) = c1x⁻1 + e⁴ ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 × x c1 cos ബീറ്റ എന്താണ്? √3/2 ln x + sin √3/2 ln x. ഇതായിരിക്കും നമ്മളെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ e⁴ αx അല്ല, നമ്മൾ എഴുതിയത് തിരിഞ്ഞു പോയതാണ്. ഇവിടെ x⁴ ആണ്, മാറിപ്പോയത്. അപ്പം x⁴ 1/2 വരും. e⁴ ആൽഫ നിങ്ങൾ മാറിപ്പോകരുത്. e⁴ αx വരുന്നത് നമ്മൾ ഫസ്റ്റ് പഠിച്ച മെത്തേഡ് ഉണ്ടല്ലോ, ആ കേസിലാണ് e⁴ αx വരുന്നത്. അപ്പോൾ അതും ഇതും തമ്മിൽ മാറിപ്പോകാൻ വളരെ ചാൻസ് ഉണ്ട്, മാറിപ്പോകുകയും ചെയ്യരുത്. കോഷീസ് ഓളർ ഇക്വേഷൻ വരുമ്പം x⁴ ആൽഫയാണെന്ന് പ്രത്യേകം ഓർത്തോളുക. ഇനി ഞാൻ ഇവിടെ ആൽഫേൻ്റെ സ്ഥാനത്ത് 1/2 ഇട്ട് കൊടുത്തു. ഇത്രേ ഉള്ളൂ.